വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ നമ്മൾ കൈനാട്ടി വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നേരത്തെ നമ്മൾ ഡ്രോൺ ഷൂട്ട് വീഡിയോകളൊക്കെയാണ്, ആകാശ കാഴ്ചകളാണ് കൂടുതൽ ചെയ്തത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നമ്മൾ എലിവേറ്റഡ് ഹൈവേ തുടങ്ങുന്ന ആ ഒരു ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെയൊക്കെ വൈകിട്ടായാൽ പിന്നെ ഗംഭീര ട്രാഫിക് ബ്ലോക്ക്. വൈകിട്ടിൽ ഏകദേശ സമയവും ഇപ്പോൾ മഴ പെയ്തതിന് ശേഷം ട്രാഫിക് ബ്ലോക്കാണ്. പ്രത്യേകിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് ഈ എലിവേറ്റഡ് ഹൈവേയുടെ താഴെയുള്ള സർവീസ് റോഡ് മുഴുവൻ കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. വാഹനങ്ങൾക്ക് പോകാൻ യാതൊരു വഴിയുമില്ലാത്തൊരു സ്ഥിതിയാണ്. ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാനുള്ള പ്രധാന കാരണം റോഡിലെ കുണ്ടുകളാണ്. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, റോഡിലെ വലിയ കുണ്ടുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക്, ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങൾക്ക്, അതേപോലെ തന്നെ ബൈക്ക് പോലെയുള്ള വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത്. ഈ ജംഗ്ഷനാണ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ്, നാരായണ നഗരം, പേരാമ്പ്ര ആ ഭാഗത്തേക്ക്, കൊയിലാണ്ടി ഭാഗത്തൊക്കെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തു നിന്ന് വാഹനം ഇറങ്ങി വരുന്ന പ്രദേശമാണ്. ഇവിടെ റോഡ് തകർന്ന് തരിപ്പണമായിട്ടുള്ള കാഴ്ചയാണ്. വെള്ളക്കെട്ടിനും അതേപോലെ തന്നെ ഈ റോഡ് തകർന്നതിനൊന്നും ഒരു ശാശ്വത പരിഹാരം ഇതുവരെ കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മൾ വാഗാടിനോ അല്ലെ വാഗാട് രീതിയിൽ വടകരയെ നശിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള സമീപനമായി മുന്നോട്ട് പോകുമ്പോൾ മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ MLA മാർക്കോ അല്ലെ MP മാർക്കോ ആർക്കും സാധിച്ചിട്ടില്ല. അവരെ കൊണ്ടൊന്നും കഴിയില്ലെന്ന് കുറേയായിട്ട് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എലിവേറ്റഡ് ഹൈവേയുടെ ചുവട്ടിൽ നിന്നുള്ള സർവീസ് റോഡാണത്. അറ്റ്ലീസ്റ്റ് നേരാമണ്ണം താറ് ചെയ്ത് ഡ്രൈനേജിലേക്ക് വെള്ളം ഒഴുകാനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ റോഡ് ഇത്രയും മോശമാവില്ല. കാരണം ഇതിൻ്റെ മുകളിൽ താറ് ചെയ്തിട്ട് കാര്യമില്ല. 4 മഴ പെയ്ത് വെള്ളം നിൽക്കുമ്പോൾ റോഡ് വീണ്ടും തോടായി മാറും. ഇവിടെയൊക്കെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയാണുള്ളത്. ഒരു മാറ്റവുമില്ലാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ എലിവേറ്റഡ് ഹൈവേയുടെ മുകളിലൂടെയൊക്കെയുള്ള ആകാശ കാഴ്ചകളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. മുകളിൽ നോക്കുമ്പോൾ നമ്മൾ വടകര ടൗണ് വളരെ ഗംഭീരമാണ്. വർക്കൊക്കെ കുറേ പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാരായ ആളുകൾ മറ്റ് വാഹനങ്ങളൊക്കെ ഇതിൽ സഞ്ചരിക്കുമ്പോൾ വലിയ പ്രയാസമാണ്. ഇവിടെയൊക്കെയുള്ള കുണ്ടുകൾ കണ്ടോ നിങ്ങൾ? ചില കുണ്ടുകളിലൊക്കെ ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങൾ വീണാൽ പിന്നെ കയറാൻ പറ്റില്ല, പ്രത്യേകിച്ച് വെള്ളം കൂടി നിറഞ്ഞേക്കുന്ന സാഹചര്യത്തിൽ. അപ്പം അങ്ങനെയാണ് ഉള്ളത്. നമ്മൾ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഗോപ്രോനകത്ത് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. വീഡിയോ ഷൂട്ട് ചെയ്തത് ജൂലൈ 1 നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി കാണുന്നവരോരുത്തരും വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഈ റോഡിൻ്റെ ദുരന്തത്തിന്, ഇത്രയും വലിയ ദുരിത കാഴ്ചക്ക് കച്ചവടക്കാരെയും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കച്ചവടക്കാരെയും അതേപോലെയുള്ള ഓട്ടോ തൊഴിലാളികളെയാണ്. കാരണം അവർ അതേപോലെ തന്നെ സാധാരണക്കാരെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 7 മണി അല്ലെ 6 മണി ഒരു സമയത്തൊക്കെ വടകര ടൗണിൽ വന്നു കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ബ്ലോക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഓട്ടോ തൊഴിലാളികൾക്ക് ടൗണിലൊന്നും ഓടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരു പ്രദേശത്തേക്ക് ഒരു ഓട്ടോ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരണമെങ്കിൽ 1 മണിക്കൂറൊക്കെ എടുക്കും. ചെറിയൊരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഇപ്പോൾ കൈനാട്ടിയൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ 1 കിലോമീറ്റർ സമയമെടുക്കും തിരിച്ചു വരാൻ. അതേപോലെ തന്നെ ടൗണുകളിൽ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആളുകൾ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നോക്കുന്ന ആളുകൾ, ഹോസ്പിറ്റൽ, മറ്റ് പല ആവശ്യങ്ങൾക്കും പോയി വരുന്ന ആളുകൾക്ക് വണ്ടി കിട്ടാത്ത സാഹചര്യം. കാരണം പല വണ്ടികളും ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്നുണ്ടാവുക. ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങൾ വണ്ടി ഉണ്ടെന്നാൽ വണ്ടി കിട്ടില്ല, അവർക്ക് പണിയും ഉണ്ടാവില്ല. ഇവരാണ് ലക്ഷ്യസ്ഥാനത്ത് എത്താനും പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അത്രയും റോഡ് മോശമായതുകൊണ്ട് ട്രാഫിക് ബ്ലോക്ക് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തുടർന്നു പോകണം. അതേപോലെ തന്നെ കരിമനപ്പാലത്ത് റോഡ് ഡൈവേർഷൻ ചെയ്തിരിക്കുന്നത് നിലവിലെ സർവീസ് റോഡ്, ഒറ്റ സർവീസ് റോഡിലൂടെയാണ് ഇരുഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതും വലിയ പരാജയമാണ്. പണ്ട് ഇപ്പം വൈകിട്ടൊരു 4 മണിയോട് ചേർന്നിട്ടുള്ള സമയമാണ്. കോളേജ്, സ്കൂൾ ബസ്സുകളും അതേപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് വാഹനങ്ങളും ടാക്സി എല്ലാം കൂടി കിടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെ തെരുവത്ത് ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. തെരുവത്തും സർവീസ് റോഡിൽ ഒരു വ്യത്യാസവുമില്ല. ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തി അപ്രോച്ച് റോഡ് നിർമ്മിക്കാനുള്ള പണിയാണ് എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ കണ്ടോ, അപ്രോച്ച് റോഡിൻ്റെ വർക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് കാടൊക്കെ പിടിച്ച് കിടക്കുന്ന കാഴ്ചയാണ്. മഴയായാലും പിന്നെ
പണി വാകാട് കംപ്ലീറ്റ് നിർത്തും. മഴയ്ക്ക് മുന്നേ എന്നാൽ മഴയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേഗത്തിൽ വർക്ക് പൂർത്തിയാക്കില്ല. അപ്പം നമ്മളെ പാറമല സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ വടകരയെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ നിരന്തരം പറയാമെന്നല്ലാണ്ട് വടകരയ്ക്ക് ഒരു മാറ്റമില്ല. വെങ്ങള റീച്ചിനാണ് മാറ്റം ഇല്ലാത്തുള്ളൂ. ബാക്കി പലയിടത്തും കോഴിക്കോട് ജില്ലയിൽ പല ഭാഗത്തും അതേപോലെ കണ്ണൂരും മലപ്പുറത്തൊക്കെ വർക്ക് ഏതാണ്ടൊക്കെ ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. എന്നാൽ വെങ്ങള റീച്ചിൻ്റെ അവസ്ഥയാണ് വളരെ ദാരുണമായിട്ട് തുടരുന്നത്. അതേ അവസരത്തിൽ കരിമ്പനപ്പാലം പാലം കഴിഞ്ഞ് കോട്ടക്കടവിൻ്റെയും പാലുള്ളിപ്പാലത്തിൻ്റെയും ഇടയിൽ കോട്ടക്കടവിൻ്റെയും കരിമ്പനപ്പാലത്തിൻ്റെ ഇടയിൽ കുറച്ച് മാറ്റമുണ്ട്. കാരണം കമ്പനി മാറിയതുകൊണ്ടാണ് ആ മാറ്റം ഉണ്ടായത്. അപ്പോൾ നമ്മൾ തെരുവത്ത് ജംഗ്ഷനാണ് എലിവേറ്റഡ് ഹൈവേയുടെ ചുവട്ടിലുള്ള സർവീസ് റോഡ്. ഇവിടെ അപാര കൊണ്ടാണ്. ഇപ്പോൾ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നവിടെ നമ്മുടെ ട്രാഫിക് പോലീസുകാർ നിൽക്കുന്ന ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവത്ത് ഭാഗത്ത് നേരെ ഓപ്പോസിറ്റ് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെങ്കിൽ വലിയ കുണ്ടുകളാണ്. പെട്ടെന്ന് ക്രോസ് ചെയ്ത് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ, ബൈക്ക് പോലെയുള്ള വാഹനങ്ങൾ കുണ്ടിൽ വളരെ മെല്ലെ ഇറങ്ങി മിനിറ്റ് വേണം പോകാൻ. അതേപോലെ തന്നെ ആശാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡാണ്. ഇവിടെയും അത് തന്നെയാണ് സ്ഥിതി. അതേപോലെ തന്നെ റോഡ് ഡൈവേർഷൻ ചെയ്തിരിക്കുന്നതും ഇവിടെ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിൻ്റെ വലിയ പ്രശ്നമാണ്. കാരണം എന്താ പറയുക, തെരുവത്ത് മുതൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ഇതേ രീതിയിൽ RE പാനൽ വെച്ചുകൊണ്ട് റോഡ് നിർമ്മിക്കുമ്പോൾ സത്യത്തിൽ ഈ വടകര പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കും അതേപോലെ മറ്റു പ്രദേശത്തേക്കും പോകുന്ന വാഹനങ്ങൾക്ക് ആക്സസ് ഇല്ലാതാവുകയാണ്. ഇപ്പം നിലവിൽ നമ്മൾ കല്ലേരിയിൽ തണ്ണീർപ്പന്തൽ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ആ ജംഗ്ഷനിൽ നിന്ന് പോകാൻ കഴിയില്ല. ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഇതിലെ അപ്രോച്ച് റോഡിലൂടെ പോയതിനു ശേഷം ആശാ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തു കൂടെ കറങ്ങി വന്ന് എന്നിട്ട് വേണം നമ്മൾ തെരുവത്ത് പുത്തൂർ വഴി ആ ഭാഗത്തേക്ക് പോകാൻ. അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ പില്ലറിൻ്റെ മുകളിലാണ് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നെങ്കിൽ വടകര മുനിസിപ്പാലിറ്റിക്കും വലിയ ബെനിഫിറ്റ് ഉണ്ടാവുമായിരുന്നു. ഒന്ന്, ഇഷ്ടം പോലെ പാർക്കിംഗ് സൗകര്യം പില്ലറിൻ്റെ ചുവട്ടിൽ മുനിസിപ്പാലിറ്റിക്കോ അല്ലെ ബന്ധപ്പെട്ട ഹൈവേ അതോറിറ്റിക്ക് ആർക്ക് വേണമെങ്കിലും വടകര ടൗണിലെ പാർക്കിംഗ് സൗകര്യമില്ലാത്ത വലിയ വിഷയമാണ്. ആ പാർക്കിംഗ് സൗകര്യം ഇതിനടിയിൽ ക്രമീകരിക്കാൻ കഴിയുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ടൗണുകളിലെ വാഹനങ്ങൾക്ക് കറങ്ങി തിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ടൗണിനെ രണ്ട് ദ്വീപുകളെ പോലെ വെട്ടിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ പെരുവട്ടം താഴെ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മൾ പുതിയ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത്. ഇപ്പോൾ ഇവിടെയൊക്കെ നേരത്തെയുള്ള പഴയ ദേശീയപാതയിലൂടെയാണ് വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിൻ്റെ പണിയൊന്നും ഇവിടെയും കാര്യമായിട്ട് എവിടെയും എത്തിയിട്ടില്ല. ഡ്രൈനേജിൻ്റെ പണികൾ പോലും കാര്യമായിട്ട് പൂർത്തിയായിട്ടില്ല. അപ്പോൾ നമ്മളെ ബേബി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യമായ പുരോഗതിയില്ല. ഇവിടെയും റോഡ് മോശം തന്നെയാണ്. റോഡിൽ വെള്ളം കെട്ടിയുന്നതുകൊണ്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ഒരു വാഹനം പോവുകയാണെങ്കിൽ മറ്റൊരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരു ബസ് നിർത്തുകയാണെങ്കിൽ വാഹനങ്ങൾ ക്യൂബ് നിന്ന് പോകേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ പെരുവട്ടത്തായ ആ ഒരു ജംഗ്ഷനിൽ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത് അവിടെയും റോഡ് തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. റോഡാണോ ഇത് തോടാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രയാസമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇതിൻ്റെ റോഡിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ, വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ മഴയ്ക്ക് മുന്നേ നേരത്തെ കൃത്യമായി ടാറിങ് ചെയ്ത് എത്ര വർഷമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വർക്ക് നടക്കുമ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. 3-4 വർഷമൊക്കെ ഇതേ രീതിയിൽ തുടർന്നു പോകുകയെന്ന് കഴിഞ്ഞാൽ എത്രത്തോളം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണത് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ടാക്സി വാഹനങ്ങൾ, ഓട്ടോ വാഹനങ്ങൾക്ക്, അതുപോലെ ജോലിക്ക് പോകുന്ന ആളുകൾക്കാണ് ഇതിൻ്റെ പ്രയാസം കൃത്യമായിട്ട് മനസ്സിലാവുക. അടുത്തതായി നമ്മളെ ചോറോട് ഗേറ്റ് പുഞ്ചിരിമില്ലി ഭാഗത്താണ്. ചോറോട് ഗേറ്റ് പുഞ്ചിരിമില്ലി ഭാഗത്ത് കാര്യമായിട്ടുള്ള മാറ്റമില്ല. ഇവിടെ നമ്മളെ ബോസ്റ്റിംഗ് ബ്രിഡ്ജിൻ്റെ പണികൾ ഏതാണ്ട് പൂർത്തിയായി. ബ്രിഡ്ജ് പില്ലറിൻ്റെ മുകളിൽ സ്ഥാപിച്ച് കഴിഞ്ഞ് സ്ട്രക്ചറൊക്കെ പൂർത്തിയായി. ഇനി ഇതിൻ്റെ മുകളിൽ ടാറിങ് വർക്ക് മറ്റു കാര്യങ്ങളൊക്കെയാണ് നടക്കേണ്ടത്. സത്യത്തിൽ നമ്മൾ റോഡിലൂടെയുള്ള കാഴ്ച എടുക്കുമ്പോൾ ഒരുപക്ഷെ പല ആളുകൾക്കും നിരാശ തോന്നും. കാരണം അതിൻ്റെ യഥാർത്ഥ രൂപം ആകാശ കാഴ്ചയിൽ നിന്ന് നമ്മൾ റോഡിൻ്റെ ഇത്രയും വൃത്തികേട് നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിയില്ല.
അപ്പോൾ നമ്മളെ പുഞ്ചിരി മില്ല് ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. പുഞ്ചിരി മില്ലിൽ പുതിയ ഹൈവേ 5 വരിയാണ്. അതായത് ബ്രിഡ്ജ് അതേപോലെ തന്നെ പഴയ ബ്രിഡ്ജും കൂടി 5 വരിയാണ്. 6 വരി ഉണ്ടാവില്ല. അത് കഴിഞ്ഞാലാണ് പിന്നെ 6 വരി ഉണ്ടാവുക. ബ്രിഡ്ജ് കഴിഞ്ഞാലാണ് ബ്രിഡ്ജിൻ്റെ ഇരു സൈഡിലും 6 വരി, ബ്രിഡ്ജ് മാത്രം 5 വരിയും അങ്ങനെയാണ് വരുന്നത്. പിന്നെ സർവീസ് റോഡ് ഉണ്ടാവില്ല. അതേപോലെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്, വലിയ കൂട്ടൻ അണ്ടർ പാസേജിൻ്റെ വർക്കും നേരത്തെ തുടങ്ങിയതാണ്. അപ്പോൾ അതിനുശേഷം അണ്ടർ പാസേജിൻ്റെ വർക്കും കഴിയാത്തത് കൊണ്ട് വൺ സൈഡിൽ സർവീസ് റോഡിൻ്റെ വീതിയിലുള്ള ഭാഗത്തു കൂടിയാണ് ഇരു സൈഡിൽ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെയും പലപ്പോഴും ട്രാഫിക് ബ്ലോക്കാണ്. വടകരയിൽ നിന്ന് കൈനാട്ടി ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മൂരാട്, പാലോളിപ്പാലം, പയ്യോളി ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു നല്ല ട്രാഫിക് ബ്ലോക്കെങ്കിൽ അതിപ്പോൾ കംപ്ലീറ്റ് വടകരയിൽ നിന്ന് കൈനാട്ടി ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ കൈനാട്ടിൽ നിന്ന് നേരെ നമ്മൾ ചോറോട് കേട്ട് പുഞ്ചിരി നേരെ കൈനാട്ടി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൈനാട്ടി ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയും സർവീസ് റോഡിൻ്റെ പണി നേരത്തെ തുടങ്ങി വെച്ചിരുന്നു. അതും ഇപ്പോൾ മഴയായതുകൊണ്ട് താൽക്കാലികമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്, നിന്നുപോയിട്ടുള്ളൊരു സാഹചര്യമാണത്. ഇതാണ് നമ്മുടെ ദേശീയപാതയിലെ നേരിട്ടുള്ള കാഴ്ച. മഴ സമയത്താണ് നമ്മൾ വീഡിയോ എടുത്തത്. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ചെറിയ ബൈക്കുകളും അതേപോലെ തന്നെ ഓട്ടോറിക്ഷകളൊക്കെ, പ്രത്യേകിച്ച് കുണ്ടുകളുണ്ടാകുമ്പോൾ റോഡിങ്ങനെ കട്ട് ചെയ്ത് പോകേണ്ട അവസ്ഥയാണ്. ബൈക്കിൽ വലിയ വാഹനങ്ങൾ, ബസ് പോലെയുള്ള വലിയ വാഹനങ്ങൾക്ക് കൊണ്ട് വലിയ വിഷയമില്ലാത്തതുകൊണ്ട് അവർ ബൈക്കിൽ നിന്ന് നിരന്തരം ഇങ്ങനെ ഹോണടിച്ച് മുന്നിലുള്ള ഡ്രൈവർമാരെ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ നമ്മളെ വടകര ഭാഗത്തുണ്ട്. കാരണം അവർക്ക് ലോങ് റൂട്ട് ബസ്സുകളാണ്, അവർക്ക് ധൃതി പിടിച്ച് പോകണം. എന്നാൽ ഓട്ടോറിക്ഷക്കാരനും ബൈക്കുകാരനും അവനെ കുണ്ടിലൂടെ ധൃതി പിടിച്ച് പോകാൻ കഴിയില്ല. അപ്പോൾ വെള്ളക്കെട്ടുകളിലൊക്കെ വീണ് കഴിഞ്ഞാൽ വണ്ടി മറിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് വളരെ മെല്ലെ പോകുന്നതും പിറകിൽ നിന്ന് വളരെ അനവസരപ്പെട്ട് ഹോണടിച്ച് ബുദ്ധിമുട്ടാക്കുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിൽ ഈ കുണ്ടുകൾ കൊണ്ട് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൈനാട്ടിൽ നേരെ നാദാപുരം റോഡ് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ സർവീസ് റോഡിലൂടെയാണ്, ഇപ്പോൾ ഇരു സൈഡിലും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്രോച്ച് റോഡ് തന്നെയാണ് ഈ ഭാഗത്തൊക്കെ വരിക. മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ട് ഇരു സൈഡിലും RE പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രദേശത്തൊക്കെ പുതിയ ഹൈവേ വരാൻ പോകുന്നത്. എന്തായാലും നമ്മളെ ഡ്രോൺ കാഴ്ചയിൽ കാണുന്ന അത്ര സുഖകരമല്ല നമ്മൾ ദേശീയപാതയിലൂടെ നേരിട്ട് സഞ്ചരിച്ചുകൊണ്ടുള്ള എടുക്കുമ്പോഴുള്ള വീഡിയോ. അപ്പോൾ നമ്മളെ കൈനാട്ടി ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചയാണ്. അപ്പോൾ കൈനാട്ടിയിലും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സർവീസ് റോഡിൽ ഇതേ ബസ് പോലെയുള്ള വാഹനങ്ങൾ ആളെ ഇറക്കാനും കയറ്റാനൊക്കെ നിർത്തുമ്പോൾ അത്രയും വാഹനങ്ങൾ പിന്നെ മറ്റു വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സാഹചര്യമുണ്ട്. അതൊക്കെ ഇവിടെ ഒരു ട്രാഫിക് ബ്ലോക്കിന് പ്രധാന ഘടകമാകുന്നുണ്ട്. അപ്പോൾ കൈനാട്ടി ഭാഗത്ത് ഫ്ലൈ ഓവറിന് തൊട്ട് മുന്നേയുള്ള അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് RE പാനലുകളൊക്കെ സ്ഥാപിച്ചതാണ്. അപ്പോൾ ഇനിയും RE പാനലുകൾ സ്ഥാപിക്കാനുണ്ട്, മണ്ണടിച്ച് ഉയർത്താനുണ്ട്. കുറേ വർക്ക് ഈ ഭാഗത്ത് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൈനാട്ടി ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ, ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങൾക്ക് ടാക്സി സ്റ്റാൻഡും മറ്റ് പ്രൈവറ്റ് വാഹനങ്ങൾ നിർത്തിയിടാനും അതേപോലെ തന്നെ മറ്റ് ടാക്സി വാഹനങ്ങൾ, പിക്കപ്പ് പോലെയുള്ള വാഹനങ്ങളൊക്കെ നിർത്തിയിടാനുള്ളൊരു കേന്ദ്രമായി മാറിയിട്ടുണ്ട്. നേരത്തെ വടകര നമ്മൾ ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ പാർക്കിംഗ് പോലെ അപ്രോച്ച് റോഡ് ഒഴിവാക്കിയിട്ട് പില്ലറിൻ്റെ മുകളിലാക്കിയിരുന്നാൽ ഒരുപാട്, പ്രത്യേകിച്ച് നമ്മളെ തെരുവത്ത് ഭാഗത്ത് പാർക്കിംഗ് കേന്ദ്രം കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും തെളിവാണ് ഇപ്പോൾ നമ്മൾ കൈനാട്ടി ഭാഗത്തൊക്കെ ഇപ്പോൾ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ അപ്രോച്ച് റോഡാണ്. അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് അപ്പോൾ വർക്ക് തുടങ്ങിയത് RE പാനലുകളൊക്കെ സ്ഥാപിച്ച് കുറച്ച് മണ്ണൊക്കെ അടിച്ചതിന് ശേഷം മഴയായതിനു ശേഷം ഇപ്പോൾ നിർത്തിപ്പോയിട്ടാണുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഇനിയും ഒരുപാട് വർക്ക് നടക്കാനുണ്ട്. അതേപോലെ തന്നെ സർവീസ് റോഡ് ഈ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ ഇടുങ്ങിയിട്ടാണുള്ളത്. സർവീസ് റോഡ് 2 വേ ആണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഭാഗത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 വേ പോയിട്ട് 1 വൈക്കുള്ള സ്പേസേ ഉള്ളൂ. 2 വേ ആയാൽ 2 വാഹനങ്ങൾക്ക്, 2 ബസ് അല്ല 2 കാറുകൾക്ക് ഇതിലെ പാസ് ചെയ്തു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ നാദാപുരം റോഡ് ഭാഗത്താണ്. നാദാപുരം റോഡ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കുറേയൊക്കെ വർക്ക് 6 വരിയുടെയും 3 വരിയുടെയും പലയിടത്തും വർക്ക് കഴിഞ്ഞതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ആശ്വാസമാണ്. വാഹനങ്ങൾക്ക് കുറച്ച് വേഗത കൂടും. കൈനാട്ടി മുതൽ വടകര വരെയാണ് പ്രധാനമായിട്ടും നല്ല ട്രാഫിക് ബ്ലോക്ക് ഉള്ളത്.
അപ്പോൾ നേരത്തെ നമ്മൾ ഡ്രോൺ ഷൂട്ട് വീഡിയോ ചെയ്ത വ്യൂസിനേക്കാൾ അല്പം വ്യൂസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഗോപ്രോ വീഡിയോസിന് കുറവുണ്ട്. നമ്മൾ തിരിച്ച് ഡ്രോൺ ഷൂട്ടിലേക്ക് തന്നെ വരും. പിന്നെ റോഡിലൂടെ പോകുമ്പോഴാണ് സത്യത്തിൽ യഥാർത്ഥ ഒരു സാധാരണക്കാരൻ്റെ റോഡിലൂടെയുള്ള യാത്ര എങ്ങനെയാണ് നമുക്ക് കൂടുതൽ തിരിച്ചറിയാൻ കഴിയുക. അപ്പോൾ നാദാപുരം റോഡ് ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. ഇനി നാദാപുരം റോഡ് സർവീസ് റോഡിൻ്റെ ഭാഗത്തോടെയുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇത്തരത്തിൽ റോഡ് പലയിടത്തും ഡൈവേർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ക്രാഷ് ബാരിയർ വെച്ചിട്ട് ഡൈവേർട്ട് ചെയ്യുന്ന ഒരു കാഴ്ച വാഗാടിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാത്രിയിൽ വലിയ അപകടമാണ്. പല സമയത്തും ക്രാഷ് ബാരിയർ പെട്ടെന്ന് റോഡിന് നടുവിൽ വെച്ചിട്ട് അതിനൊരു സിഗ്നൽ ലൈറ്റോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ പലയിടത്തും അപകടം സംഭവിക്കുന്ന വാഹനങ്ങൾ ക്രാഷ് ബാരിയർ വന്ന് ഇടിക്കുകയും മരണപ്പെടുകയും വലിയ അപകടം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അറ്റ്ലീസ്റ്റ് റോഡ് ഡൈവേർഷൻ ചെയ്യുമ്പോൾ ഒരു സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുകയാണെങ്കിൽ രാത്രിയിൽ ആശ്വാസമായിരിക്കും. അത് വലിയ സുരക്ഷാ പ്രശ്നമാണ് ഈ ഡൈവേർഷൻ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഈ കമ്പികളൊക്കെ വലിയ സുരക്ഷാ പ്രശ്നം തന്നെയാണ്. അവിടെയൊക്കെ സത്യത്തിൽ ലൈറ്റും അതേപോലെ സിഗ്നൽ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം രാത്രിയിൽ ഇതൊന്നും കാണില്ല. പല സമയത്തും അപകടം ഉണ്ടാകുന്ന ആ രീതിയിലാണ്. അപ്പം നമ്മുടെ നാദാപുരം റോഡ് സർവീസ് റോഡിൻ്റെ ഭാഗത്തുനിന്നുള്ള കാഴ്ച. സർവീസ് റോഡ് ഇവിടെയൊക്കെ കുറച്ച് ക്ലീൻ ആയിട്ടുണ്ട്. താറിങ്ങൊക്കെ ചെയ്ത് കുറച്ച് വൃത്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നാദാപുരം റോഡ് വരെയുള്ള ദേശീയപാതയിലെ പുതിയ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നാദാപുരം റോഡിൽ അണ്ടർ പാസേജിൻ്റെ വർക്കും ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞ ഒരു കാഴ്ച തന്നെയാണ്. അതേപോലെ സ്കൂൾ കുട്ടികൾക്ക് വൈകിട്ട് 4 മണിയായപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ബസ്സിന് ക്യൂ നിൽക്കുകയാണ്. പ്രൈവറ്റ് ബസ്സിന് പാസുകളും അതേപോലെ മറ്റ് ഇതിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സർവീസ് റോഡിൽ തിരക്ക് കുറവുണ്ട്. നേരത്തെ 6 വരിയിൽ ഡൈവേർഷൻ ചെയ്ത് വാഹനങ്ങൾ അതിലേക്ക് കടന്നു പോകുന്നതുകൊണ്ട് സർവീസ് റോഡിൽ അല്പം ഈ ഭാഗങ്ങളിൽ തിരക്ക് കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.